പ്രാർത്ഥിച്ചിടണമേ. ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തയുടെ 71ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് റാന്നി പെരുന്നാട്ടിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും യാത്ര പുറപ്പെട്ട തീർത്ഥാടക സംഘങ്ങൾ ജൂലൈ 14 വൈകുന്നേരം 5 ഖബറിടത്തിൽ എത്തി. റാന്നി പെരുന്നാട്ടിൽ നിന്നുള്ള പ്രധാന പദയാത്രാ സംഘത്തിന് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. ആദ്യാവസാനം പദയാത്രയിൽ പങ്കെടുത്ത കാതോലിക്ക ബാവയോടൊപ്പം ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ്, ബിഷപ്പുമാരായ തോമസ് മാർ അന്തോണിയോസ്, സാമുവൽ മാർ ഐറനിയോസ്, മാത്യൂസ് മാർ പക്കോമിയോസ്, മാത്യൂസ് മാർ പോളികാർപ്പസ്, യൂഹാനോൻ മാർ തെയോഡേഷ്യസ്, ആന്റണി മാർ സിൽവാനോസ് എന്നിവർ പങ്കുചേർന്നു. മാർത്താണ്ഡം, പാറശാല, ഭദ്രാസനങ്ങളിൽ നിന്നെത്തിയ പദയാത്രകളിൽ ബിഷപ്പുമാരായ വിൻസെന്റ് മാർ പൗലോസും തോമസ് മാർ യൗസേബിയോസും പങ്കെടുത്തു. ജന്മഗൃഹമായ മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ട പദയാത്രയ്ക്ക് ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യോസ് നേതൃത്വം നൽകി. ഇതാദ്യമായി ഗൾഫ് രാജ്യങ്ങളിലുള്ള വിവിധ മലങ്കര കത്തോലിക്ക സമൂഹങ്ങളിൽ നിന്ന് കുവൈറ്റ് മലങ്കര കാത്തലിക് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ എത്തിച്ചേർന്ന തീർത്ഥാടകർ പ്രധാന പദയാത്രയോടൊപ്പം ചേർന്നു. ഗൾഫ് രാജ്യങ്ങളിലെ കോർഡിനേറ്റർ ജോൺ തുണ്ടിയത്ത് കോറെപ്പിസ്കോപ്പ നേതൃത്വം നൽകി. ഖബറിടത്തിൽ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് ഉണ്ടായിരുന്നത്. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം കത്തിച്ച മെഴുകുതിരികളുമായി ആയിരങ്ങൾ പങ്കെടുത്ത പ്രദക്ഷിണം നടന്നു. തുടർന്ന് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ ഖബറിൽ ധൂപപ്രാർത്ഥന നടത്തുകയും ആഘോഷമായ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു. ഈ വർഷത്തെ ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും പദയാത്രയിലും മെഴുകുതിരി പ്രദക്ഷിണത്തിലും പങ്കുചേർന്ന് ജനത്തെ ആശീർവദിക്കാൻ കത്തീഡ്രൽ ബാൽക്കണിയിൽ എത്തിയിരുന്നു. ജൂലൈ 15 രാവിലെ 8 മാർ റാഫേൽ തട്ടിലിന് മലങ്കര കത്തോലിക്ക സഭയുടെ വരവേൽപ്പ് നൽകി. കാതോലിക്ക ബാവയും മറ്റു മെത്രാപ്പൊലീത്തമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് ആഘോഷമായ സമൂഹബലിയും ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടന്നു.